സാറേ, നമ്മുടെ ഭരണഘടനാപരമായിട്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശമാണ് ആർട്ടിക്കിൾ 21 പറഞ്ഞിട്ടുള്ളത്. ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പക്ഷെ അതിനെ പോലും ചില സമയത്ത് ഹനിച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് രണ്ട് രീതിയിൽ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാം. വാറണ്ടോടുകൂടി, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അപ്പം പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇത് എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണെന്നുള്ള എല്ലാ കാര്യവും നമ്മുടെ BNSS ഉണ്ടല്ലോ. തീർച്ചയായും എല്ലാ കാര്യവും BNSS ഇപ്പൊ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ BNSS എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഭയമാണ്. കാരണം പുതിയൊരു നിയമം ജൂലൈ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. സിലബസ് കണ്ട് ഭയന്നിരിക്കുകയാണ്. അവര് ചോദിക്കുന്നുണ്ട് എങ്ങനെ പഠിക്കുമെന്നുള്ളത്. ഈ 35-ൽ തന്നെ എല്ലാം പറയുന്നുണ്ട്, എന്താണ് പോലീസിന് എപ്പോഴൊക്കെ വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അതെ അതെ. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് സാറിന് അറിയാലോ, ആ സെക്ഷനിൽ ഒന്നാമത്തെ സെക്ഷൻ പറയുന്നത് പോലീസിന് കൊഗ്നൈസബിൾ കുറ്റം നടന്നാൽ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് അറസ്റ്റ് ചെയ്യാം. പക്ഷെ അതിൽ ട്വിസ്റ്റ് ഉണ്ട് സാറേ. എന്താണ് ട്വിസ്റ്റ്? അതായത് നോൺ കൊഗ്നൈസബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ചില സാഹചര്യങ്ങളിൽ. അത് നിങ്ങൾക്കും അറിയാമായിരിക്കും. അതായത് ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, പോലീസിനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അത് എപ്പോഴാണ് നോൺ കോഗ്നൈസബിൾ കേസായിട്ടും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം? അതിപ്പോ ഒരാള് പേര് തെറ്റിച്ച് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവനോട് പേര് ചോദിക്കുക, അല്ലെങ്കിൽ അവന്റെ വീട് ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും. ഇപ്പോ ഒരാളെ നമ്മൾ പോലീസ് പിടിക്കുന്ന സമയത്ത് പോലീസിന് മനസ്സിലായി അത് നോൺ കോഗ്നൈസബിൾ കുറ്റമാണ്. പക്ഷേ അപ്പം പോലീസിന് അറിയാം ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോലീസ് അപ്പൊ ചോദിക്കുന്ന നിന്റെ പേരും വിവരം പറയും, എഴുതിയെടുക്കാം. അപ്പൊ ഇയാൾ ഒന്നുകിൽ അത് പറയാൻ വിസമ്മതിക്കുന്നു, അല്ലെങ്കിൽ തെറ്റായി പറയുന്നു. അപ്പൊ പോലീസിന് തീർച്ചയായിട്ടും അയാളെ വിടാൻ പറ്റും. അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അയാളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ കിട്ടാൻ വേണ്ടി നമുക്ക് പരമാവധി എത്ര സമയം കയ്യിൽ വെച്ചേക്കാൻ പറ്റും? 24 മണിക്കൂർ വരെ വെക്കാം. 24 മണിക്കൂർ. അപ്പൊ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവന്റെ സത്യാവസ്ഥ കണ്ടെത്തിയാൽ നമുക്ക് അവൻ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ. പക്ഷെ അഥവാ 24 മണിക്കൂർ ആയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലോ മജിസ്ട്രേറ്റും കാരണം നോൺ കോഗ്നൈസബിൾ കൃത്യമാണ്, മജിസ്ട്രേറ്റും ഹാജരാക്കിയിരിക്കണം. ഈ സെക്ഷന്റെ പ്രത്യേകത 35. ഇപ്പൊ BNSS-ലെ എല്ലാം എളുപ്പമാണ്, നിങ്ങളത് പാടെന്ന് വിചാരിക്കുന്നതാ അല്ലെ? അപ്പൊ ഈ 35ാമത്തെ സെക്ഷൻ വലിയൊരു സെക്ഷനാണ്. ഇത് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്നു. അതാണ്. അപ്പൊ അതിലൊന്നുമില്ല, അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. സാറ് പറയും ഏതൊക്കെയാണ് നമുക്കിപ്പോ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഈ ഒരു പോലീസിന് വാറണ്ട് ഇല്ലാതെ? അത് പറഞ്ഞപ്പോഴൊരു കാര്യമല്ല, പോലീസ് ഉദ്യോഗസ്ഥരാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ട്രെയിനിങ്ങിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഒളിച്ചോടാനൊക്കെ തോന്നുകയാണ്, നിങ്ങൾ ഒളിച്ചോടിയെന്നിരിക്കട്ടെ, നിങ്ങൾ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും പോയി എന്നിരിക്കട്ടെ, ഈ വകുപ്പ് പ്രകാരം നിങ്ങളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. ഏത് എക്സൈസ് ആയാലും, SI ആയാലും, പട്ടാളമായാലും, എന്തായാലും പട്ടാളക്കാർ പേടിച്ച് ജയറാമിന്റെ ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ ഈ കുറ്റവാളി, പ്രഖ്യാപിത കുറ്റവാളി, വാറണ്ടൊന്നും വേണ്ട, ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് വേണ്ട. കാരണം എവിടെ വെച്ചുകൊണ്ടാലും നമുക്ക് എന്ത് ചെയ്യാം, പിടിക്കാം പ്രഖ്യാപിത കുറ്റവാളി. അതുപോലെ തന്നെ സാറേ നമുക്ക് നമ്മുടെ മറ്റുള്ള പോലീസുകാരുടെ അപേക്ഷയിൽ മേൽ അറസ്റ്റ് ചെയ്യാം. അതേ സ്റ്റേറ്റ് ഇപ്പൊ തമിഴ്നാട്ടിൽ പ്രതി ഇങ്ങനെ വരികയാണ്, അപ്പൊ നമുക്ക് പിടിച്ചു കൊടുക്കാം. പ്രതി ചോദിക്കുകയാണ്, സാറേ എന്നെ എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് എന്ത് പറയാം, മറ്റു നിങ്ങളെ BNSS എന്ന നിയമം നമ്മളെ സെക്ഷൻ 1 തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഒട്ടാകെയാണ് ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. എവിടെ പോയി വിളിച്ചാലും നമുക്ക് പോലീസുകാർക്ക് പിടിക്കാൻ പറ്റും. അതാണ്. പിന്നെ അതുപോലെ പറയാം സാറേ നമുക്ക് അതുപോലെ വേറൊരു കാര്യമുള്ള ഇപ്പം റീസെന്റ് ഒരു കൊലപാതകം, കേരളത്തിന് ഞെട്ടിച്ച ഒരു കൊലപാതകം, ഒരു വൃദ്ധയായ സ്ത്രീ, ഒരു അച്ഛനെയും അന്ന് ഓൾറെഡി ഇയാൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ തന്നെ, അതായത് ഈ റിലീസ്ഡ് കൺവിക്ട് ജാമ്യം കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സ്റ്റേഷൻ പരിധിക്കകത്ത് അയാൾ വരരുതെന്നുള്ളത്. പക്ഷെ അയാൾ അവിടെ വരികയും 2 കൃത്യം കൂടെ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഓൾറെഡി 2 കുറ്റമുണ്ട്. അയാൾ കൊലപാതക കുറ്റം ചെയ്തു എന്ന് മാത്രമല്ല, അയാൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്റ്റേഷൻ പരിധിക്കകത്ത് വരികയും ചെയ്തു. അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഒപ്പിടാൻ വരാതിരിക്കുക, റിലീസ്ഡ് കോൺവിക്ട്. അതുപോലെ സാർ നമുക്ക് 7 വർഷത്തിൽ കൂടിയ ആളിനെയും 7 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷ കിട്ട ആളിനെയും അറസ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു സംശയം, അപ്പൊ ഈ 7 വർഷത്തിൽ കൂടിയ ആൾ ചോദിക്കും, 7 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷയുള്ള ആൾ ചോദിക്കും, സാറേ അയാൾ 7 വർഷത്തിൽ കൂടുതലുള്ള ആണല്ലോ, അയാൾ അറസ്റ്റ് ചെയ്യും, അതേപോലെ എന്നെ എന്തിനു അറസ്റ്റ് ചെയ്യുന്നു ചോദിക്കാം. അപ്പൊ അവൻ എന്ത് പറയാൻ പറ്റും, നിന്നെ ഒരു കാരണങ്ങളുണ്ടാവും. അതെ. പക്ഷെ അവിടെ 7 വർഷത്തിൽ കുറഞ്ഞ ആളാണെങ്കിൽ അയാൾ കുറ്റാരോപിതനായിരിക്കും അല്ലേ? അതെ, കുറ്റാരോപിതനായിരിക്കും, എങ്കിൽ അറസ്റ്റ് ചെയ്തേ പറ്റൂ. 7 വർഷത്തിൽ കൂടുതൽ കുറ്റമാണ്. അതുപോലെ പിന്നെ ചെറിയ കണ്ടീഷൻസ് എന്നല്ല, ഇവനെ വിട്ടാലും എന്ത് ചെയ്യും, ചിലപ്പോൾ മറ്റു കുറ്റങ്ങളായാലോ. വേറൊരു കേസുണ്ട്, ഇപ്പൊ നമ്മൾ ചില പ്രമുഖന്മാരെ അറസ്റ്റ് ചെയ്ത് വെച്ച ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്. സാക്ഷിയെ സ്വാധീനിക്കാൻ ഭീഷണിപ്പെടുന്ന, പുറത്ത് നിന്നാലാണ് ഈ പ്രശ്നം വരുന്നത്. അതേപോലെ ഇവൻ അതുപോലെ തന്നെ എന്താണ്, ഒളിച്ചോടി പോകാൻ സാധ്യത. ഇപ്പൊ നമുക്കൊരു കുറ്റം തെളിഞ്ഞ് ഇവനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ എവിടെ ആയിരിക്കും, ഒളിച്ചോടി പോയിരിക്കും അല്ലെ? വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവൻ ഒളിച്ചോടി പോകും, പുറത്ത് വിട്ടാൽ പോകും. അതുപോലെ തന്നെ ഇവൻ കയ്യിലിരുന്നാൽ നമുക്ക് തെളിവ് ശേഖരിക്കാൻ എളുപ്പമായിരിക്കും, കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചെറിയ കുറ്റമാണെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, പോലീസിന് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ സാറേ നമ്മളെ ഈ 39ാമത്തെ ഒരു വകുപ്പ് പറയുന്നുണ്ട്, നല്ലൊരു വകുപ്പാണ്, അത് അടിപൊളി വകുപ്പാണ് കേട്ടോ. 39, അതായത് നമ്മളെ BNSS-ലെ 39. എന്താ സാറേ 39 നമുക്ക് പറയാം, എന്ത് പറഞ്ഞു കൊടുക്കുക അവർക്ക്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2020 ലോക്ക്ഡൌൺ നടന്നൊരു സംഭവം. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ
എന്തോ ക്വാറന്റൈൻ സമയത്ത് ഇറങ്ങി നടന്നതിന്റെ പേരിൽ അവന്റെ പേര് വെച്ചപ്പോൾ അവന്റെ പേര് രാമൻ എന്നും അച്ഛന്റെ പേര് ദശരഥനും അവന്റെ സ്ഥലം അയോധ്യ എന്നും പറഞ്ഞു. അപ്പൊ അന്ന് അത് വലിയ കേസ് ഓളം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും പിന്നീട് നമ്മൾ ആധികാരികമായിട്ട് ഇതിനെ പഠിക്കാൻ വേണ്ടി വന്നപ്പോ അന്ന് CRPC ഉണ്ടായിരുന്ന വകുപ്പാണിത്. പോലീസ് അല്ല, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞതാണ്. പോലീസിന് നേരത്തെ പറഞ്ഞു തന്നെയാണ്, തെറ്റായ വിവരം പോലീസിന് നൽകുകയാണെങ്കിൽ അല്ലെ, പേരോ വിവരമോ ചോദിക്കുമ്പോൾ തെറ്റായി പറയാൻ വിസമ്മതിക്കുക ചെയ്ത ഏതൊരു വ്യക്തിയും പോലീസിന് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. അതാണ് അതിലെ ഒരു പോയിന്റ്. അതുപോലെ വേറൊരു കാര്യമുണ്ട്. അതായത് ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ബലം പ്രയോഗിക്കുന്നതിനെ പറ്റി പറയുന്നത്. അപ്പൊ അത് എങ്ങനെ ആവണോ എന്നുള്ളത് നമുക്ക് അവർക്ക് ജസ്റ്റ് ഒന്ന് ബലം പ്രയോഗിക്കാൻ നമുക്കറിയാം. ഇപ്പം പോലീസിന് അത് നമ്മൾ കേരള പോലീസ് ആക്ടിൽ ഇത് പറയുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തിയും അനാവശ്യമായി എന്ത് ചെയ്യാൻ പാടില്ല, ബലപ്രയോഗം നടത്താൻ പാടില്ല. ഒരു വ്യക്തി അത് അയാളുടെ മനുഷ്യാവകാശ ലംഘനമാണ്. അപ്പൊ പക്ഷെ നമുക്ക് ബലപ്രയോഗം നടത്താം. എപ്പോ നടത്താം? ഇയാൾ ഒരു പ്രതി, ഇപ്പൊ ഒരു തീവ്രവാദിയാണ്, അവനടുത്ത് ബലപ്രയോഗം നടത്തരുത്, വിളിച്ചാവും വരൂ, വരില്ല. അവനെ ബലപ്രയോഗം നടത്തിയേ പറ്റൂ. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് പോലീസിന് മതിയായ ഒരു വാക്കുണ്ട്, നമുക്ക് മതിയായ ബലപ്രയോഗം നടത്താം. ആ മതിയായ എന്നുള്ളിൽ നമുക്ക് എന്തും ചെയ്യാം. മാത്രമല്ല, വേണമെങ്കിൽ എന്തും ചെയ്യാം, മരണം വരെ സംഭവിക്കാം. ഈ കീഴ്പ്പെടുത്തുന്നതിൽ മരണം വരെ സംഭവിക്കാം. പക്ഷേ മരണം സംഭവിക്കുന്ന വ്യക്തി ആരായിരിക്കണം? വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാൻ സാധ്യതയുള്ള പ്രതി മാത്രമേ, വ്യക്തി വ്യക്തി മാത്രമേ ഇതിൽ മരണം സംഭവിക്കാവൂ. അല്ലാതെ ചെറിയ തേങ്ങാ മോഷ്ടാവോ ചെറിയ പോക്കറ്റ് അടിക്കാനോ കൊണ്ടുപോകാൻ പറ്റുമോ? ഓക്കെ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കേസ്. അതുപോലെ നമുക്ക് ഇത് പോയിട്ട് നമുക്ക് നമ്മുടെ CPO ആയിട്ട് കയറുന്ന ഒരാള്, CPO ആയിട്ട് കയറുന്ന ആൾക്ക് ഇതുവരെയൊക്കെ എത്താം. നമുക്ക് CPO ആയിട്ട് നമ്മുടെ കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവർക്കും എന്ത് കിട്ടും? CPO കിട്ടും. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യുന്നു. നമുക്ക് അഡ്മിഷൻ ഒരുപാട് പേര് അല്ലെ, ഒരുപാട് ആൾക്കാർ. കാരണം നമ്മളിപ്പം മെയിൻലി അതിന്റെ ലൈവുകൾ കാര്യങ്ങൾ യൂട്യൂബിൽ പോയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് IPC CRPC എവിഡൻസ് ആക്ട് മാറി എന്ന് പറഞ്ഞാലും മാറാത്ത കേരള പോലീസ് ആക്ട് ഉണ്ട്, NDPS ഉണ്ട്, IT ആക്ട് ഉണ്ട്. ഇതെല്ലാം ഈ നിയമങ്ങൾ പോക്സോ ഒന്നും മാറിയിട്ടില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചാലഞ്ചിങ് ആയിട്ട് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാൻ പറ്റുന്നത് BNSS-ഉം BNS-ഉം BSc മാത്രമേ ഉള്ളൂ. അതിന് മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. അത് പരമാവധി മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ തരികയും ചെയ്യും. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശരിക്കും പറയാം, നമ്മളെ ഒരു പ്രസിദ്ധീകരണം മാർക്കറ്റിൽ ഒരുപാട് അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എടുക്കുന്നത് പ്യോർലി എന്താണോ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥര് അവർ കൊണ്ടുനടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ BNSS എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാഗ്നാർ കാർട്ട പറയാം, അവരെന്ത് ചെയ്യണോ അതിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കെട്ടിടത്തിൽ കയറുമ്പോൾ കെട്ടിടത്തിൽ എങ്ങനെ കയറാൻ പറ്റും? രണ്ട് കാര്യം, ഒന്ന് ലിഫ്റ്റ് വേണം, അല്ലെങ്കിൽ പടിക്കെട്ട് വേണം. ഇത് തന്നെയാണ് CRPC അല്ലെങ്കിൽ BNSS. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു കോടതിക്ക് ഒരാളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശിക്ഷിക്കാൻ പറ്റുള്ളൂ. കോടതിയുടെ സ്വന്തം ബന്ധുവോ മകനോ ആരോ ആയിക്കോട്ടെ, പക്ഷേ CRPC എഴുതി വെച്ചിരിക്കുന്ന അല്ലാതെ അയാൾക്ക് ഒരു ജാമ്യം പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തെളിവുകൾ, നമ്മൾ തെളിവുകളെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ തെളിവ് നിയമം 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതിപ്പോ BSA ഭാരതീയ സാക്ഷ്യാധി നിയമം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് തെളിവുകൾ പ്രിസർവ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെ തെളിവ്, ഇലക്ട്രോണിക് തെളിവുകൾ. അതിപ്പോ പറയും പോലെ നമ്മുടെ BNSS-ലെ ഫസ്റ്റ് സെക്ഷൻ അതാണ്. BNSS-ലെ ഫസ്റ്റ് സെക്ഷൻ 1 A പറയുന്നില്ലേ? അതായത് ഓഡിയോ ഇലക്ട്രോണിക് അല്ലേ, ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങൾ. അതായത് നമുക്കറിയാം ഇപ്പൊ പണ്ടത്തെ പോലെ 1860-ലെ ഒരു നിയമമല്ല ഇപ്പോൾ നിലവിൽ. ഇപ്പൊ കോടതിക്ക് ഏറ്റവും കൂടുതൽ തെളിവ് വരുന്നത് മൊബൈൽ ഫോണും CCTV-യും അല്ലെ, ഡിജിറ്റൽ തെളിവുകളാണ്. അപ്പൊ അതൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ കുട്ടികൾ, അതാണ് വനിതകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഒരുപാട്. അത് നമ്മൾ BNS-നെ പറ്റി സംസാരിക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പോലും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിട്ടുപോയി, ട്രാങ്ക്വിലിറ്റി. എസ്പെഷ്യലി നമുക്ക് കേരളത്തില് കുറച്ചാള് മുമ്പ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ വിശപ്പിന്റെ പുറത്ത് എന്തോ ആൾക്കൂട്ടം മദ്യം നമുക്കിപ്പം പലതും നമ്മൾ പേര് വെളിപ്പെടുത്താത്തത് കേസിന്റെ സെൻസിറ്റിവിറ്റിയെ ബാധിക്കും. നമുക്ക് പലതും അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹജീവിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്ന വാക്ക് BNS-ലും ഉണ്ട്, BNSS-ലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് എന്താണ് ട്രാങ്ക്വിലിറ്റി? ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ സംഘടിതം, അതിൽ തന്നെ തീവ്രവാദം വരാം. സംഘടിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനങ്ങൾ ഇപ്പൊ അറിയാലോ, ഒരാളൊരു ഇവൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാൻ 5-6 പേര് അയാളുടെ കൂടെ കൂടുകയാണ്. ആ കുറ്റത്തിന് അയാൾക്ക് കൂട്ടു നിൽക്കുകയാണ്. അത് സംഘടിതം. അത് മാത്രമല്ല, ഇപ്പൊ പോലീസ് തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉടനെ ഒരു 5-6 പേര് തടസ്സം നിൽക്കുകയാണ്, ഇത് ചെയ്യാൻ പാടില്ല, നമ്മൾ നിയമത്തിന്. അപ്പൊ ഇതെല്ലാം കുറ്റകൃത്യമായി വരികയാണ്. അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനം ഉൾപ്പെടെ, ഒരു കവർച്ച ഉൾപ്പെടെ, അല്ലെ, 5 അതിലധികം ആൾക്കാർ, 5 പേര് ഇതിലും പറയുന്നത് 5 അതിലധികം ആൾക്കാർ. ഇത് വേറൊരു കാര്യമുണ്ട് പറയാം. ഇപ്പം കളവ് ചെയ്യുന്ന ഇപ്പൊ ABCDE എന്ന് പറയുന്ന വ്യക്തികൾ കളവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർ കറ ചെയ്യാൻ വേണ്ടി പോകുന്നു.
എയും ബിയും മാത്രമേ കഴിഞ്ഞപ്പോ വീട്ടിനകത്ത് കയറിയത്. കൂടെ പോയിന്റെ ഇവന്മാരെല്ലാം ഡ്രൈവർ ഉൾപ്പെടെ കൊടുക്കും. ഡ്രൈവറിന് ചിലപ്പോൾ അവൻ പുറത്ത് നിന്ന് അവന് ഗ്രാവിറ്റി ഇന്റൻസിറ്റി കുറവായിരിക്കും അവന് കിട്ടുന്നത്. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും സെയിം ശിക്ഷയായിരിക്കും. വധശിക്ഷ വിധിക്കുന്ന അത് 5 പേർക്ക്. പക്ഷെ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു നല്ലൊരു കോമഡി വന്നത്. NDPS ആക്ട് സാറേ, NDPS ഇപ്പൊ ഇവിടെ പറഞ്ഞു ഡ്രൈവറിന് ഇപ്പൊ കുറച്ച് ശിക്ഷയായിരിക്കാം, ചെയ്ത ആളിന് കൂടുതൽ ശിക്ഷ. പക്ഷെ NDPS കോമഡി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും കൂടെ പോയവൻ അതേ ശിക്ഷ, എല്ലാ ശിക്ഷ, കൂടെ കൂട്ടിവെക്കുന്നവൻ എല്ലാം അതേ ശിക്ഷ. അത് മാത്രമല്ല ഈ നിയമങ്ങളിൽ വധശിക്ഷ പറയുന്ന 31 അത് അതെ അതെ ഈ ഗ്രീവിയസ് സബ്സ്റ്റൻസസ് ഒക്കെ. നമുക്ക് സാറേ നമുക്കിപ്പോ ഈ CPO കയറുന്ന വ്യക്തിക്ക് നമുക്ക് ഏകദേശം ഒരു എത്ര വർഷമാകുമ്പോൾ നമുക്ക് ഇത് കിട്ടാൻ സാധ്യത? പ്രൊമോഷൻ ഒക്കെ സാറേ പ്രൊമോഷൻ 2 ഇപ്പൊ CPO എന്ന് പറയുമ്പോൾ സാറിന് അറിയാം, നമ്മള് സ്റ്റേഷനിലും ഉണ്ട്, പോലീസിലും ഉണ്ട്. ഇതില് സ്ഥാനപ്പേരുകൾ മാറുന്നുണ്ട്. നമ്മുടെ കേരള പോലീസ് നമുക്കിപ്പോ ബറ്റാലിയന്റെ പറയണ്ട, ബറ്റാലിയന്റെ ഇപ്പൊ നമുക്ക് CPO ആവശ്യമില്ലല്ലോ. നമുക്കിപ്പം സാധാരണ ലോക്കലിൽ പോകുന്ന ഒരാള് നിങ്ങൾ യാതൊരു ടെസ്റ്റ് എഴുതിയില്ല, നിങ്ങൾ നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ കയറി നിങ്ങൾ CPO സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിൾ, RTPC. അത് മാത്രമല്ല പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി നാംഡ് ബറ്റാലിയൻ എന്നാണ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അപ്പൊ സ്റ്റേഷനിൽ പോകുന്ന ഒരാളിനെ സംബന്ധിച്ച് അയാൾ ഒരു CPO ആയിട്ട് കയറി കഴിഞ്ഞാൽ അയാൾ ഒരു 8 മുതൽ 10 വർഷം വരെ അല്ലെങ്കിൽ 12 വർഷമൊക്കെ ആവുന്ന വേക്കൻസി വരുന്നതിനനുസരിച്ച് അയാൾ ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആവും. അവിടെ നിന്ന് അയാൾ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആവും, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആവുന്നുണ്ട്, ഗ്രേഡ് SI ആവുന്നതോടെ അയാളുടെ കാലം തീരും. എങ്ങനെയാണ് സാറേ? യാതൊരു പ്രൊമോഷനും ഇല്ലാതെ ചുമ്മാ എഴുതുകയാണെങ്കിൽ മാത്രം. പക്ഷെ ഇതേ വ്യക്തിക്ക് തന്നെ ബിരുദധാരികളായിട്ടുള്ള ആൾക്കാർക്ക് CPO ആയിട്ട് 2 വർഷം കഴിഞ്ഞ് പ്രൊബേഷൻ ഡിക്ലെയർ ആകുമ്പോൾ അവർക്ക് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതിയിട്ട് സബ് ഇൻസ്പെക്ടർ ആവാൻ സാധിക്കും. അത് കോൺസ്റ്റാബിളർ, ഇതും കട്ട് ഓഫ് ഇത്രയും വരെയില്ല. അവര് വേറെ ലിസ്റ്റ് അല്ലേ? അപ്പൊ അതുപോലെ SI കഴിഞ്ഞ് അവർക്ക് അവിടെ നിന്ന് എന്താണ് ഇൻസ്പെക്ടർ ആകാം, ഇൻസ്പെക്ടർ ആവാം. അത് കഴിഞ്ഞ് DYSP ആവാം. ചെറിയ പ്രായത്തിലാണെങ്കിൽ നിങ്ങൾ സൂപ്രണ്ട് വരെ ആവും. SP വരെ വേണമെങ്കിൽ ആകാം. അത് പക്ഷേ SP നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. അത് വേറൊരു ഇതാണ്, സെൻട്രൽ ഗവൺമെന്റ് IPS ആണ്, കൺഫർ ചെയ്ത് കിട്ടുകയാണ്. അത് അത്രയും നല്ല ഗുഡ് റെക്കോർഡ്സും അത്രയും നല്ല ട്രാക്ക് റെക്കോർഡ്സും നല്ലൊരു സ്വഭാവം, അങ്ങനത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നതാണ് SP. അതുപോലെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സാറേ. അതായത് ഒരു കുട്ടി എന്റെ അടുത്ത് ചോദിച്ച സംശയമാണ് സാറേ, ആദ്യത്തെ പോലീസ് മേധാവി ആരാണെന്ന് ചോദിച്ചു. കേരളത്തിലെ ആദ്യത്തെ, കേരളം രൂപീകരിച്ച 1956. അപ്പൊ ആദ്യത്തെ പോലീസ് മേധാവി ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ചന്ദ്രശേഖരൻ നായർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു സാറേ അപ്പൊ ആദ്യത്തെ DGP ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു അത് T അനന്തശങ്കർ നായർ. അപ്പൊ അവൻ ചോദിക്കുന്നു അതെങ്ങനെ ശരിയാവും? ആദ്യത്തെ പോലീസ് മേധാവി ഒരാളും DGP മറ്റൊരു വ്യക്തിയാണ്. സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രശേഖർ നായർ എന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ IG എന്നറിയപ്പെടും. കാരണം അന്ന് 56 സമയത്തെ പോലീസ് മേധാവി ഇൻസ്പെക്ടർ ജനറൽ IG എന്ന് പറയുന്ന പദവിയില്ല, IG ആയിരുന്നു. ജയിലിലും തത്തുല്യമായിട്ട് IG ആയിരുന്നു. അതെ അതെ. അപ്പൊ അതിനുശേഷം 80-81 കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന IG ആണ് പ്രൊമോട്ടഡ് ആക്കി എന്താക്കിയത് DGP. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അതൊന്നും മനസ്സിലാക്കി. അതേപോലെ നമുക്ക് ഈയിടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു സാറേ, അത് പോലീസിന്റെ പരീക്ഷയല്ല, അല്ലാതെ ഒരു പരീക്ഷ ചോദിച്ചു, പോലീസിന്റെ ആസ്ഥാനം എവിടെ? കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയെന്നല്ല, രാമവർമ്മപുരം എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ തന്നത്. അപ്പൊ അത് രാമവർമ്മപുരം ആണോ പോലീസിന്റെ ആസ്ഥാനം? രാമവർമ്മപുരം ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ പോലീസ് ട്രെയിനിങ്, നമുക്ക് പോലീസ് ട്രെയിനിങ് കോളേജ് ഉണ്ട്. അതുപോലെ അത് തിരുവനന്തപുരത്താണ്. പിന്നെ അതുപോലെ നമുക്ക് മൗണ്ടഡ് പോലീസ് ഉണ്ട്, അശ്വാരൂഢ, അതും സേന. ഓക്കെ. അപ്പൊ നമ്മുടെ പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല സാറേ, ഇതിന് ഞാൻ വേറൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് നമുക്ക് പേഴ്സണലി പറയാം, നമ്മൾ ഇത് രണ്ടും പഠിപ്പിക്കുന്ന, അല്ലെ നമ്മൾ രണ്ടുപേരും ഇത് പഠിപ്പിക്കുന്ന വ്യക്തികളായതുകൊണ്ട് നമുക്ക് പേഴ്സണലി പറയാം. നമുക്ക് യൂണിഫോം പോസ്റ്റുകൾ എടുത്താലും മറ്റുള്ള ഗവൺമെന്റ് പോസ്റ്റുകൾ എടുത്താലും ഇത്രയും വാസ്റ്റ് ആയിട്ട് എന്താണ് ഇതിനകത്ത് തുറന്നു കിടക്കുന്ന ഒരു മേഖല, ഡിപ്പാർട്ട്മെന്റ് വേറെ ഇല്ല. എന്തൊരു മേഖല അവനവൻ പഠിച്ച മേഖലയിലേക്ക് തിരിഞ്ഞു പോവാം. അതുപോലെ ഇത്രയും സാലറി പാക്കേജ്, ഈ +2 ക്വാളിഫിക്കേഷൻ ഏറ്റവും സാലറി കിട്ടുന്ന ജോലി സംശയമില്ല. അത് മാത്രമല്ല ഇതിപ്പോ ശമ്പള പരിഷ്കരണമൊക്കെ വരികയാണെങ്കിൽ ഇത് വീണ്ടും അടുത്ത പേ സ്കെയിൽ വരുമ്പോഴത്തേക്കും ഇപ്പോ ഉള്ള 31-200 സ്കെയിൽ. അതുപോലെ ഗവൺമെന്റ് ഇപ്പോ സംസാരിക്കുകയുണ്ടായി പോലീസിൽ ഇനി കുറച്ച് എടുക്കുമെന്ന്, ഇപ്പൊ ആളുകളെ കൂട്ടണം CM ഇടയ്ക്ക് പറയുന്നു. അപ്പൊ നമുക്കൊരു ചാൻസ് ആണ് ഇപ്പൊ പഠിക്കുന്ന ആൾക്കാർ. നമുക്ക് അപ്പൊ നമ്മുടെ കോഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാം സാറേ കുട്ടികൾക്ക്? നമുക്ക് മാക്സിമം എന്തൊക്കെ ചെയ്ത് കൊടുക്കാം? നമ്മളിപ്പോ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂണിഫോം സിവിൽ പോലീസ് എന്ന് പറയുന്നത് കോഡ് യൂണിഫോം 2025 എന്ന് പറയുന്ന കോഴ്സ്. ആ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPO, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, ഇനിയിപ്പോ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ വരുന്നുണ്ട്, IR, ഡ്രൈവർ, ഇതെല്ലാം ഡ്രൈവർ പോലും ഡ്രൈവറിന് 30 മാർക്കിന് ഡ്രൈവർ ടോപ്പ് 20 മാർക്ക് നമ്മൾ ഉറപ്പിക്കാം.
അപ്പൊ ഇത് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒറ്റ ബാച്ച് സാർ, ഒറ്റ ഫീസിൽ ഒറ്റ ബാച്ച് ഇത്രയും പരീക്ഷ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുട്ടികൾ വളരെ സംതൃപ്തരാണ്. കാരണം നമ്മള് ബെയർ ആക്ട് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണവും ഞങ്ങൾ ആശ്രയിച്ചിട്ടില്ല. ഈ അതിൽ പരമാവധി മാക്സിമം പറഞ്ഞു കേസുകൾ ഉൾപ്പെടെ. അതെ, ഇതിൽ നിന്നേ ക്വസ്റ്റ്യൻ വരൂ, ബെയർ ആക്ടിൽ ക്വസ്റ്റ്യൻ വരും. അത് പണ്ടത്തെ പോലെ ഒരു സെക്ഷൻ ഏതൊന്നൊരു ചോദ്യം ഇല്ല. അതൊക്കെ പണ്ട് 2019 നമുക്ക് പഠിക്കാൻ ഏകദേശം ഒരു 60-70 സെക്ഷൻ ഉണ്ടാവും. പക്ഷെ ആകെ 3 മാർക്കേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ 3 മാർക്കിന് 70 സെക്ഷനും കൂടെ ചേർത്ത് 3 മാർക്കിന് ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാം കൂടെ ചേർത്ത് ഒരു കഥ പോലെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അത് മാത്രമല്ല സാറേ, ഈ 20 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ലിസ്റ്റ് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. കാരണം ബാക്കിയുള്ള 80 മാർക്ക് എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും സാധാരണ GK, മാത്സ്, ഇംഗ്ലീഷും കിട്ടും. പഠിക്കുന്ന ആൾക്ക് കിട്ടും. അതെ, ഈ 20 നമ്മളെ തീരുമാനിക്കുന്നത് എന്തിൽ എത്തുമെന്നുള്ളത്. അല്ല സാറേ, വേറൊരു കാര്യമുണ്ട്. ഒരാള് പോലീസ് ഉദ്യോഗസ്ഥനാവുമ്പോ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാതെ ഒരാൾ കയറി വിചാരിച്ചു. പക്ഷെ അവൻ കേറിയിട്ട് കാര്യമില്ല, അവിടെ പോയാലും ഇത് തന്നെ പഠിക്കും. അവിടെ പോയാലും ഇത് തന്നെ പഠിക്കും. ഇതിന്റെ പരീക്ഷ എഴുതി പാസ്സാവണം. ഇതിന്റെ പരീക്ഷ നമ്മൾ ഇവിടെ നിന്ന് പാസ്സായി ട്രെയിനിങ്ങിന് പോയി പാസ്സാവണം. പിന്നെ പ്രൊമോഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ വീണ്ടും എഴുതണം. അപ്പൊ ഇതൊന്നും അറിഞ്ഞൂടാതെ ഒരു വളരെ പഠിപ്പിയായിട്ടുള്ള ഒരാൾ പോയിട്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല. പോലീസ് ഉദ്യോഗസ്ഥരാവണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ എന്താവണം അല്ലേ ഫിസിക്കലി ഫിറ്റ് ആവണം. തീർച്ചയായിട്ടും. കാരണം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പരീക്ഷയാണ്. അതെ, അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇതിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. ഇപ്പൊ ഒറ്റയ്ക്ക് ഒരാളുടെ ഒരു അറിവല്ല അല്ലെ, നമുക്കിപ്പോ രണ്ട് വ്യക്തികളാണ്. അപ്പൊ പരമാവധി നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ തരാൻ ഞങ്ങൾക്ക് പറ്റും. അത് മാത്രമല്ല, നമ്മൾ രണ്ടുപേരും ഒരു സംഭവത്തിനെ നോക്കിക്കാണുന്ന രീതി പറഞ്ഞതുകൊണ്ട് അപ്പം ഈ രണ്ടുപേരുടെ പെർസ്പെക്റ്റീവ് ഒറ്റ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് കോഡ് യൂണിറ്റ്. അതെ, അതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തവരൊക്കെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് കാണുക, നന്നായിട്ട് പഠിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതുകൊണ്ട് മാത്രമല്ല, നമ്മളെല്ലാവരുടെയും ഒരു ഒറ്റ മൈൻഡിൽ നമ്മളെല്ലാം ഇരുന്നോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നത്. ടൈം കുറവാണ്, അത് ആലോചിക്കുക. ടൈം 4 മാസം പോകില്ല സാർ, ഏകദേശം 3 മാസം. മെയ് തൊട്ട് ജൂലൈ വരെ കിടപ്പുണ്ട്. അതെ. അപ്പം ഈ ലിമിറ്റഡ് സമയമേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങൾ ഇപ്പൊ ഇന്ന് പഠിക്കുക, നാളെ പഠിക്കുക, അങ്ങനെയല്ല. നിങ്ങൾ ഇത് കാണുന്ന നിമിഷം അടുത്ത സെക്കൻഡ് നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ആ അടുത്ത എന്താണ് നമ്മൾ ആ ബൂട്ടൊക്കെ റെഡിയാക്കി വെക്കേണ്ടി വരും. തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, നമ്മൾ നേരത്തെ വാറന്റിൽ അറസ്റ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞ് ആരും ട്രെയിനിങ് ക്യാമ്പിൽ കയറിയിട്ട് ചാടി പോയിരിക്കും. അതുപോലെ സാറൊക്കെ ഫിസിക്കലൊക്കെ റെഡി ആയിക്കല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഏറ്റവും പെർഫെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നിങ്ങൾ അതാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊക്കെ ഇത് വളരെ പാഷനേറ്റ് ആയിട്ട് കണ്ട് അല്ലേ, അവർ ഇനിയും ആൾക്കാർ ഇതിനകത്തോട്ട് വരണം അത്ര ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരു എഫേർട്ട് എടുത്ത് അവരുടെ മുമ്പേ ഇരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ വരണം, നിങ്ങൾ വന്നിട്ട് നമ്മളെ പാഷൻ നാളെ നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇരുന്നിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയണം, പഠിച്ച കാര്യങ്ങൾ അല്ലേ. സാറേ, ഏറ്റവും വലിയ കാര്യമുണ്ട് പാസിംഗ് ഔട്ടിന് നമ്മളെ കുടുംബക്കാരെ ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കിട്ടും. അഭിമാനം നിമിഷം മാർച്ച് അല്ലെ, ഒരേപോലെ ഒരേ താളത്തിന് ഫോട്ടോ എടുക്കുന്നു, അവരൊക്കെ പിടിക്കുന്നു. നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാറില്ല ഒരു നിമിഷമെങ്കിലും ആരെങ്കിലും കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമല്ല, നമുക്ക് അവരുടെ കയ്യിലിരിക്കുന്ന ഈ പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഒരു സാധാരണ ജനങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല. തൊടാൻ പറ്റില്ല, കാണാൻ പറ്റും അവരുടെ കയ്യിലിരിക്കുന്ന. അതെ, അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ഇപ്പം ഏതൊരു സ്ഥലത്ത് പോയാലും ഇപ്പം ഏതൊരു സ്ഥാപനത്തിലും പിന്നീട് നമ്മള് പോലീസ് ഉദ്യോഗസ്ഥരാണ് കാവലി കണ്ടിട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് കൈകാര്യം ചെയ്യുക, ഇതൊക്കെ ശരിക്കും വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് എന്ത് പറയാം സാറേ, നമുക്ക് എല്ലാവരും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ആവുക. നിങ്ങളുടെ പഠിത്തം ഇപ്പൊ എത്ര വേഗത്തിലാണോ പോകുന്നത്, നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ യൂണിഫോം ഇടുന്നതും ആ ബൂട്ട് പോളിഷ് ചെയ്യുന്നതും മാർച്ച് പാസ്റ്റ് ചെയ്യുന്നതും അതൊക്കെ തന്നെ ആയിരിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങൾ അല്ലേ. ഈ കുറച്ച് നാൾ നിങ്ങൾ കഷ്ടപ്പെട്ട് അടുത്ത വർഷം നിങ്ങൾ പോലീസ് ഒരുപാടൊന്നുമില്ല, ഒരു 3 മാസം കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതകാലത്തിലെ ബാക്കിയുള്ള. പിന്നെ ഒരു കാര്യം, നിങ്ങള് പരീക്ഷ പാസ്സാവുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇനി ഫിസിക്കല് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫിസിക്കലിന് പോയി തുടങ്ങുക. ഇപ്പോഴേ ഇച്ചിരി ഓവർ വെയിറ്റ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ ഒന്ന് കുറച്ച് പരിക്കുകൾ നന്നായിട്ട് വണ്ടി പോകുന്ന ആൾക്കാരെ വളരെ കേസുകൾ പെടരുത്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇടിച്ചേ പറ്റുമെന്നുകൊണ്ട് നിങ്ങൾ ചെവരി പേടിച്ചു ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാ പോലും നിങ്ങൾ നിങ്ങൾക്ക് അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം അത്ര തന്നെയല്ലേ സാർ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ പഠനം വളരെ ശക്തമായിട്ടൊക്കെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഞങ്ങൾ അവിടെ ഉണ്ടാവും, ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവും, നിങ്ങളുടെയൊക്കെ പാസിംഗ് ഉണ്ട് ഞങ്ങളും ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ.